ബാക്ക്. ഈ വീഡിയോ ഈദിൻ്റെ ടൈമിൽ എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഇത് ഞാനിവിടെ അപ്ലോഡ് ചെയ്യണമെന്ന് വരെ ചിന്തിച്ച കാര്യമായിരുന്നു. പക്ഷേ എനിക്കെന്തോ ഞാൻ വീഡിയോ എടുത്തത് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. കുറേ നാളായിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ട് കുറച്ച് സ്ട്രഗ്ലിങ് പീരീഡ് ആയിരുന്നു എനിക്ക്. അതുകൊണ്ട് മെൻ്റലി ആൻഡ് ഫിസിക്കലി ഞാൻ വീഡിയോ ഇടാനുള്ള ആ ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഞാൻ പതിയെ ഓക്കെ ആയി വന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. സിമ്പിളായിട്ടൊരു ഇതായിരുന്നു. അപ്പോൾ വളരെ കുറച്ച് ക്ലിപ്പ് എനിക്ക് എടുക്കാൻ പറ്റിച്ചുള്ളൂ. പിന്നെ ഇത് കഴിഞ്ഞിട്ടൊരു ഡേ ഔട്ട് പോയിരുന്നു. അത് എല്ലാം കൂടി മിക്സ് ചെയ്ത് വരുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഞങ്ങൾ പർച്ചേസ് ചെയ്താൽ പോയത് ഔട്ട്ലെറ്റ് മോളിലോട്ടാണ്. അപ്പോൾ ഇനും സാലും നാട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. സർപ്രൈസ് ആയിട്ടാണ് അവർ നാട്ടിൽ പോകുന്നത്. അപ്പോൾ നാട്ടിലുള്ളവർക്ക് ആർക്കും അറിയില്ല കേട്ടോ അവർ നാട്ടിൽ പോകുന്ന കാര്യം. അപ്പോൾ നമ്മൾ ഒരു ഇതിൻ്റെ തലേന്നാണ് ഇവർ നാട്ടിൽ പോകാമെന്ന് പ്ലാൻ ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒരു 1 to 2 weeks മുന്നേ തന്നെ ഞങ്ങൾ പർച്ചേസിംഗ് എന്ന് പറഞ്ഞിട്ട് ഫുൾ ടൈം പുറത്തായിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാ ഷോപ്പിൽ കയറി ഇറങ്ങി നല്ല പ്രൈസൊക്കെ നോക്കിയിട്ടാണ് ഞങ്ങൾ വാങ്ങിച്ചിരുന്നത്. അപ്പോൾ ഔട്ട്ലെറ്റ് മോളിൽ ഞങ്ങൾക്ക് നല്ല അടിപൊളി സാധനങ്ങൾ കിട്ടി കേട്ടോ. ഇവിടെ ഓൾഡോയിൽ നല്ല സൂപ്പർ സെയിൽ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു ഞങ്ങൾക്ക് എല്ലാവർക്കും ഷൂവും ചപ്പലും എല്ലാം എടുത്തിട്ടുണ്ട്. പിന്നെ നാട്ടിൽ കൊണ്ടുപോകാൻ അവർ ബാഗും കാര്യങ്ങളും എല്ലാം വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനാണ് ഞങ്ങളിപ്പോൾ ഗസ്സിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വേറെ ദിവസമാണ് കേട്ടോ ഗസ്സിൽ വന്നത്. അപ്പോൾ ഇവിടെ നല്ല സെയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഇനൂനുള്ള ബാഗും അവളെ ഉമ്മാക്കും എല്ലാവർക്കുള്ള ബാഗും ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പർച്ചേസിങ് 2-3 ദിവസമായിട്ടാട്ടോ വന്നേ. ആദ്യം ഒന്ന് കുറച്ച് പർച്ചേസ് ചെയ്ത് പോയി, പിന്നെ വേറെ കാര്യങ്ങളൊക്കെ ആയിട്ട് വന്ന് അങ്ങനെ കുറേ ദിവസം വെച്ചിട്ടുള്ള പർച്ചേസിങ് ആയിരുന്നു. ഭയങ്കര സങ്കടമുണ്ട് കേട്ടോ അവർ പോകാമെന്ന് പറയുമ്പോൾ. ഇപ്പോൾ എൻ്റെ അടുത്ത് 2 മാസത്തോളം അവൾ നിന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. എനിക്കൊരു സിസ്റ്റർ ഫീലായിരുന്നു. എല്ലാ കാര്യം ഷെയർ ചെയ്യാൻ ആൾ നല്ല അടിപൊളിയാണ്. അപ്പോൾ എനിക്ക് പറ്റിയൊരു ടീമും കൂടിയാണ് കേട്ടോ. അപ്പോൾ അവൾ ഡെലിവറി കഴിഞ്ഞ് ദിനം കൊണ്ടുള്ള ആദ്യത്തെ പൊക്കം കൂടിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ടാനിക്ക് ഈദായപ്പോൾ ഹെയർ കട്ട് അടിക്കാൻ വേണ്ടിയിട്ട് ഞാനും സാലും കൂടിയാണ് കേട്ടോ പുറത്തിറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളിവിടെ നാഗ്ര ഫോൾസിലുള്ള ഒരു സലൂണിലാണ് വന്നിട്ടുള്ളത്. ടാനിക്ക് തോന്നുന്നു 3ാമത്തെ 4ാമത്തെ ഹെയർ കട്ടാണ് കേട്ടോ. പക്ഷെ അവൻ വരുമ്പോഴൊക്കെ നല്ല അടിപൊളിയായിട്ട് നിൽക്കും. അവന് ഹെയർ കട്ട് ചെയ്യുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ സൈഡൊക്കെ എടുത്തിട്ട് അവന് വേറൊരു സ്റ്റൈലിലാണ് കേട്ടോ ഇത്തവണ ഞങ്ങൾ ഹെയർ കട്ട് ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ സൈഡിലൊരു ലൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ ടൈമിൽ സാലൂന് ഹെയർ കട്ട് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ. ഇനി അവർ 2 ദിവസം കൂടി ഉള്ളൂ അവർ പോവാൻ. അപ്പോൾ ഇത് ഞങ്ങൾ ഈദിൻ്റെ തലേ ദിവസം 2 ദിവസം മുന്നേ എടുത്ത വീഡിയോ ആണ്. അവർ പോവുകയാണ്. അപ്പോൾ പോകുന്ന ഒരു 1-2 ക്ലിപ്പ് ഈ ഒരു കുഞ്ഞു ക്ലിപ്പേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. പക്ഷേ അവ ഇറങ്ങുമ്പോൾ ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ. പെട്ടെന്ന് എല്ലാവരും പോയപ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക ഭയങ്കര സങ്കടമായിട്ടോ. ടാനിക്കും അവരെ കൂടെ പോകണമെന്ന് പറഞ്ഞ് കരയായിരുന്നു കേട്ടോ. അങ്ങനെ അന്നത്തെ ദിവസം വൈകിട്ട് ഞങ്ങളിതാ കോസ്കോയിൽ പർച്ചേസ് ചെയ്യാൻ വന്നതാണ്. നാളെയാണ് ഈദ് വരുന്നത്. അപ്പോൾ വീട്ടിലിങ്ങനെ ഇരുന്നപ്പോൾ ഭയങ്കര സങ്കടമൊക്കെ ആയിട്ട് അവർ പോയതും വീട്ടിൽ ആരും ഇല്ലാത്തൊരു ഫീലൊക്കെ വന്നു. അപ്പോൾ സെമി പറഞ്ഞു എന്നാൽ നമുക്ക് കോസ്കോ പോവാന്ന് പറഞ്ഞിറങ്ങിയ. പിന്നെ ചിക്കൻ എങ്ങനെയാണ് പാടിക ചിക്കൻ ബനാന. ടാനിയും ഉണ്ട്, അവനക്കും ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിറങ്ങിയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങൾ പുറത്തുനിന്ന് ഫുഡൊക്കെ വാങ്ങിച്ചിട്ട് അങ്ങനെ പോയച്ച. അപ്പോൾ ഇത് ഈദിൻ്റെ തലേ ദിവസം എടുത്ത വീഡിയോ ആണ്. നമ്മൾ ഫ്രണ്ട്സിനെ വീട്ടിലോട്ട് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈവനിങ്. അപ്പോൾ അതിനുള്ള സാധനം പർച്ചേസ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ടാനിക്ക് അതിനിടയിൽ കിൻഡർ ജോയ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അവന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കുറച്ച് സാധനമേ വാങ്ങിച്ചിട്ടുള്ളൂ. കാര്യം നമ്മൾ വലിയൊരു ഈദ് സെലിബ്രേഷനൊന്നുമില്ല. ഞങ്ങളൊന്നും ഗ്രാൻഡായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നില്ല കേട്ടോ. പക്ഷേ ഇങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ സെമിനോട് പറയുന്നത് നമുക്ക് ഫ്രണ്ട്സിനെ വിളിക്കുക. ആരും ഇല്ലാത്തൊരു ഈദായപ്പോൾ ഒരു ബുദ്ധിമുട്ട്. കാരണം ഞങ്ങൾ ഈ വീട്ടിലോട്ട് മാറിയിട്ട് ആരെങ്കിലുമൊക്കെ ആയിട്ട് ഈദിനുണ്ടാവാറുണ്ട് കേട്ടോ. ഒന്നെങ്കിൽ സെമിയുടെ ഉമ്മ ഉണ്ടായിരുന്നു, പിന്നെ ബ്രദറിൻ്റെ മക്കളുണ്ടായിട്ടുണ്ടായിരുന്നു ഒരു ഈദിന്, സെമിയുടെ സിസ്റ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈദെല്ലാം അടിപൊളിയായിരുന്നു. അല്ലെങ്കിൽ ഫ്രണ്ട്സിനെങ്കിലും വിളിക്കും. അപ്പോൾ ഞങ്ങൾ ഇത്തവണത്തെ ഈദ് എന്തായാലും അങ്ങനെ സിമ്പിളായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് നമ്മൾ ഫ്രണ്ടിൻ്റെ ഷോപ്പ് കയറിയിട്ട് തന്തൂരി ചിക്കനും റൈസും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് അവരെ ഷോപ്പിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ രാത്രി വന്നിട്ട് കുക്ക് ചെയ്യാനുള്ള മൂഡൊന്നും ഉണ്ടായിരുന്നില്ല.
ഇതന്നെ ഉള്ളൂ. ഇനിയിപ്പോൾ പെരുന്നാളാവുമ്പോൾ പൊതുവേ എനിക്ക് എന്തെങ്കിലുമൊക്കെ പ്രിപ്പറേഷൻ ഉണ്ടാവും. ഇന്ന് കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല കേട്ടോ. ഞാൻ ഈദല്ലേ, അപ്പോൾ ഒരു മെഹന്തി എന്തെങ്കിലും ഇടാം, ഈദിൻ്റെ ആ ഒരു വൈബ് വന്നോട്ട് വിചാരിച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഡേ രാവിലെ എടുത്ത ക്ലിപ്പാണ് കേട്ടോ ഇത്. അപ്പോൾ ജസ്റ്റ് ഒരു ടീയിൽ തുടങ്ങി. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും വളരെ സിമ്പിളായിട്ടാണ്, മഫിനാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഞങ്ങൾ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കുന്നില്ല കേട്ടോ. ടാനി അതെന്താണ് ഈദ് മുബാറക് എന്ന് പറഞ്ഞേ? ഈദ് മുബാറക് അതാണോ ഈദ് മുബാറക്? കാണിച്ച്. അപ്പോൾ എനിക്ക് വീട്ടിൽ കുറേ പണികളുണ്ടായിരുന്നു, ഫുള്ള് ക്ലീനിങ് പരിപാടിയായിരുന്നു. അപ്പോൾ ആ ടൈം കൊണ്ട് ഇതാ ടാനി സെമിയും കൂടിയും ഇവിടെ അടുത്തുള്ള സോബീസ് പോയാണ്. നമുക്ക് ബിരിയാണി വെക്കാനുള്ള റൈസ് ഇല്ല, എന്തായാലും ഡെസേർട്ട് ഉണ്ടാക്കാൻ വെച്ചു. അപ്പോൾ അതിനുള്ള കണ്ടൻസ് മിൽക്കും 2-3 ഐറ്റം സാധനം വാങ്ങിക്കാൻ ടാനിനെയും പറഞ്ഞു വിട്ടാണ് കേട്ടോ. ഇവിടെ കുട്ടികൾക്ക് പറ്റിയ കാർട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ ടാനിനെയും കൊണ്ട് ഞങ്ങൾ ഷോപ്പിങ്ങിന് പോകുമ്പോൾ അവനക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കാർട്ടിൽ ഷോപ്പ് ചെയ്യാൻ. അപ്പോൾ അവന് എല്ലാ സാധനങ്ങളും എടുത്ത് കാർട്ടിലിട്ടിട്ട് ഇങ്ങനെ പോട്ടോ, വലിയ ആൾക്കാരെ പോലെ. അത് കാണാനും നമുക്കൊരു സന്തോഷമാണ്. അപ്പോൾ നമ്മൾ ഉച്ചക്ക് നമുക്ക് ഇന്ന് ജുമോ ആണ് വരുന്നത്. എന്താ ഈദ് മുബാറക്. അപ്പോൾ ഞങ്ങളിന്ന് പ്രയർ കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ട് എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിക്കാം. എന്നിട്ട് പിന്നെ നമുക്ക് രാത്രിക്കൊക്കെയുള്ള പരിപാടികളുണ്ട് കേട്ടോ. ഞാൻ ബിരിയാണിയും പിന്നെ 2 തരം ഡെസേർട്ടും ചിക്കൻ ഫ്രൈ ആണ് പ്ലാൻ ചെയ്യുന്നത് കേട്ടോ. എന്താണ് ഈദ് മുബാറക് അല്ലേ? ആണോ? അതെന്താ ടാനിയ? ഫ്ലവർ ആണോ? പിന്നെ ടാനിയുടെ ലൈന് കാണിച്ചേ, ഹെയർ ലൈൻ, ഹെയറിന്റെ കട്ട് ചെയ്തത്, ഹെയർ കട്ട് ലൈൻ അവിടെ. ഷൂ കാണിച്ചെടുത്തേ, ഷൂ എവിടെ? ഷൂ അപ്പോൾ നമ്മൾ പ്രയറൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതാ വീട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ കുക്കിംഗ് പരിപാടിയാണ്. ഞാൻ എല്ലാ ഈദിനും നമ്മൾ നേരെ വന്ന് ഈദ്ഗാഹൊക്കെ കഴിഞ്ഞ് വന്ന് ഫുഡ് കഴിക്കാനാണ് പോവാറ്. ഇത്തവണ നേരെ തിരിച്ചാണ് കേട്ടോ. ഇന്ന് ഞങ്ങൾ ഈദ്ഗാഹിന് പോയിട്ടുണ്ടായിരുന്നില്ല, ഇന്ന് ജുമക്കാണ് ഞങ്ങൾ പോയത്. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടാണ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് ഉച്ചയ്ക്ക് ഞങ്ങൾ കാര്യമായിട്ടൊന്നും കഴിക്കുന്നില്ല കേട്ടോ. ഒരു റാപ്പ് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ സൈഡിൽ ഞാനിതാ ഒരു ഡെസേർട്ട് ഉണ്ടാക്കുന്നുണ്ട്. മാംഗോ സാഗോ ഡെസേർട്ടാണ്. ഇതിനോട്ട് നമുക്ക് നല്ല പഴുത്ത മാംഗോ ഉണ്ടല്ലോ, അതും പിന്നെ കണ്ടൻസ് മിൽക്കും പിന്നെന്താ കുറച്ച് സാഗോ അതിലോട്ട് ആഡ് ചെയ്യാം. പിന്നെ കുറച്ച് മിൽക്കും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്, കോക്കനട്ട് മിൽക്കാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇത് നല്ല ക്രീമി ആയിട്ടുള്ള അടിപൊളി സാധനമാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഇത് നന്നായിട്ടൊന്ന് തണുപ്പിച്ചിട്ട് കുടിക്കാവും, ഒന്നുകൂടി നല്ലേ. അപ്പോൾ ഞാൻ അത് സൈഡിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനൊരു ഡെസേർട്ടും കൂടി ഉണ്ടാക്കുക വിചാരിച്ചിട്ടോ. ഒന്ന് കസ്റ്റേർഡ്, ജസ്റ്റ് ഒന്ന് ഞാൻ കസ്റ്റേർഡ് പൗഡറും പിന്നെ കോൺഫ്ലവറും കൂടി ജസ്റ്റ് ഒന്ന് കുറുക്കിയെടുക്കുന്നുണ്ട്. അതേ സൈഡിൽ തന്നെ വേർമിസെല്ലി ബട്ടറിൽ നന്നായി ഒന്ന് സോട്ട് ചെയ്തിട്ട് ഇതുപോലെ ലെയറായിട്ടൊന്ന് സെറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. ഞാനിത് എവിടെയോ ഒരു വീഡിയോ കണ്ടിട്ട് അതുപോലെ ചെയ്ത് വെക്കണം കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈം ചെയ്യാണ്, എങ്ങനെയാവുമെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇതും ഒരു ഡെസേർട്ടായിട്ട് വെക്കുകയാണ് കേട്ടോ. അപ്പം നമ്മളെ ഫ്രണ്ട്സിനെ വിളിക്കുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മളിന്ന് എന്തായാലും രാത്രിയാണ് നമ്മൾ ഈദ് സെലിബ്രേഷൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഇതിനെന്താണ് ബിരിയാണിയാണ് ഇവിടെ എപ്പോഴും നമ്മൾ ഫ്രണ്ട്സ് വരുമ്പോൾ വെക്കുന്ന ഒരു ഐറ്റം കേട്ടോ. അപ്പോൾ ഞങ്ങളിന്ന് ഉച്ചക്ക് ഓർഡർ ചെയ്തത് ഓസ്മോസിലെ ഒരു റാപ്പാണ് കേട്ടോ.
അപ്പോൾ അതാണ് നമ്മൾ ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചത്. അപ്പോൾ ബിരിയാണി ഞാൻ അതിൻ്റെ ഇടയിൽ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർ വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കുക്കിംഗ് വല്ലാണ്ട് ചെയ്യണ്ടല്ലോ വിചാരിച്ചിട്ട്. അപ്പോൾ നമ്മളെ ഫ്രണ്ട്സ് എല്ലാവരും എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ 2 ഫ്രണ്ട്സേ വന്നിട്ടുള്ളൂ. നമ്മൾ അത്ര എല്ലാവരും വിളിച്ചിട്ടില്ല. ജസ്റ്റ് ഒരു സിമ്പിൾ ഈദാണ്. അപ്പോൾ കുട്ടികളൊക്കെ ആവുമ്പോൾ ഒരു രസമല്ലേ, ടാനിക്കാണെങ്കിലും ഒരു ചേഞ്ച് നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് എല്ലാവരും കൂടിയിട്ടൊരു ഈദാക്കിയത്. അവർ വന്നതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഈദ് അടിപൊളിയായിട്ട് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾക്ക് നാട്ടിലാണല്ലോ ഈദ് ശരിക്കും എല്ലാവരും ഫ്രണ്ട്സും ഫാമിലിയൊക്കെ കൂടുന്നതാണല്ലോ ഈദ്. ഇവിടെ നമുക്ക് ഫ്രണ്ട്സേ ഉള്ളൂ, ഫാമിലി ഇല്ല കൂടാൻ. എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചിക്കൻ ഫ്രൈ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡിങ് പരിപാടിയാണ്. നമ്മൾ ഫ്രണ്ട്സ് വരുമ്പോൾ കേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈദിന് കട്ട് ചെയ്യാൻ ഒരു കേക്ക്, സ്പെഷ്യൽ ഐറ്റംസ് ഒന്നും ഞാൻ ഫുഡെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് സമയം ഉണ്ടായിരുന്നുള്ളൂ. ആ സമയം വെച്ച് തട്ടിക്കൂട്ടി പരിപാടികൾ ചെയ്താണ്. വീട് ക്ലീനിങ് ആയിരുന്നു ഇന്ന് മെയിനായിട്ട് എനിക്കുണ്ടായിരുന്നു. അതെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ അവർ ലിൻറ്റിൻ്റെ ഒരു കേക്ക് കൊടുത്തിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഈ കേക്ക്. അപ്പോൾ ടാനിക്ക് ഹാപ്പി ബർത്ത്ഡേ കട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇതാ അവൻ തന്നെയാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. ലാസ്റ്റ് അവിടെ ഭയങ്കര അടിയായിട്ട് എല്ലാവർക്കും കൂടി കട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എല്ലാവരെ കൊണ്ടും കട്ട് ചെയ്യിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ഡേ ആണ് ഞങ്ങൾ പുറത്ത് പോയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ക്ലിപ്പും ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെ ടൊറൻഡോയിലാട്ടോ ഞങ്ങൾ വന്നിട്ടുള്ളത്. ഇവിടെ ഒരു റിപ്ലേസ് അക്വേറിയം ഉണ്ട്. അപ്പോൾ അത് കാണാനാണ് ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത്. ഞാൻ ഈ അക്വേറിയം കാണാൻ കാനഡയിൽ ആദ്യമായിട്ട് വന്ന സമയത്ത് വിൻ്റർ ആയിരുന്നു കേട്ടോ. നല്ല വിൻ്റർ ആയിരുന്നു. ആ സമയത്താണ് ഞാനിവിടെ ഈ അക്വേറിയം കാണാൻ വരുന്നത്. പിന്നെ വരുന്നത് ഇപ്പോഴാണ് വരുന്നത്. ഒരു 3 വർഷത്തിന് ശേഷമാണ് വീണ്ടും വരുന്നത്. ടാനി ഇപ്പോൾ ഫിഷും ആനിമൽസിനൊക്കെ കണ്ട് മനസ്സിലാക്കാനുള്ള സമയമായി. അപ്പോൾ അവന് ഫിഷ് കാണുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇന്ന് അവനും കൂട്ടി ഇറങ്ങിയത്. ഇതിനകത്തൊരു ലോഗാണ് കേട്ടോ. ഫുള്ള് കംപ്ലീറ്റ് ഫിഷും മറൈൻ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു അക്വേറിയമാണ്. അപ്പോൾ നമുക്ക് എന്തായാലും അകത്ത് ഫുള്ളൊന്ന് നമുക്ക് നോക്കി കാണാം കേട്ടോ. ഇതിനകത്ത് ഇവർ കംപ്ലീറ്റ് നമ്മളെ വെള്ളത്തിനടിയിലുള്ള എല്ലാ സാധനങ്ങളും ഇവർ അതുപോലെ തന്നെ ഇവിടെ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ അവർ കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ശരിക്കും ഒരു വെള്ളത്തിനടിയിൽ കാണുന്ന ആ ഒരു ഫീൽ തന്നെ കേട്ടോ വരുന്ന ഫിഷുകളും ഇവിടെ കാണാം കേട്ടോ. നമ്മൾ ജീവിതത്തിൽ കാണാത്ത പല ഐറ്റംസും ഇവിടെ കാണാം. ടാനി ഫസ്റ്റ് കുറേ സമയം നോക്കി നിൽക്കുന്നതായിരുന്നു കേട്ടോ. അവന് വണ്ടറടിച്ച് നിൽക്കുന്നുണ്ട്. നമ്മളെ വീട്ടിൽ അക്വേറിയം പോലും പോയിട്ട് ഒരു ഫിഷ് പോലും അവന് കണ്ടിട്ടില്ല. അപ്പോൾ ഇത് അവന് നേരിട്ട് കണ്ടപ്പോൾ ഉണ്ടല്ലോ, അവൻ കറക്റ്റ് എല്ലാം നോക്കി നിൽക്കുന്നുണ്ട്. ഫിഷ് പല കളറും, എല്ലാ കളർ ഫിഷും എല്ലാം അവനിങ്ങനെ നോക്കി പറയുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഐറ്റം ഉണ്ടല്ലോ, നിങ്ങളിന്ന് കാണേണ്ട ഐറ്റം തന്നെയാണ്. ഒക്ടോപ്പസ് ഇല്ലേ, ജയൻ്റ് ഒക്ടോപ്പസ് തന്നെ പറയും. എന്തൊരു വലുപ്പമാണെന്നറിയോ. എല്ലാവരും ഇത് കാണാനായിട്ട് ഇവിടെ ഫുള്ള് റഷായിട്ട് നോക്കി നിൽക്കുകയാണ് കേട്ടോ എല്ലാവരും. ഇതൊക്കെ ഇവർ ഫിഷിൻ്റെ കുറേ എന്തൊക്കെയോ ഐറ്റംസ് പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുള്ള കേട്ടോ. അതുപോലെ തന്നെ മ്യൂസിയം പോലെ വെച്ചിട്ടുണ്ട് അവർ. ദുബായിലും ഇങ്ങനത്തെ ഒരു അക്വേറിയം ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ അവിടെ കണ്ടിട്ടില്ല, പക്ഷെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ടൊറൻഡോ വരുന്നുണ്ടെങ്കിൽ ആരും മിസ് ചെയ്യരുത് കേട്ടോ. എന്തായാലും ഇവിടെ വരണേ, ഇതൊന്ന് വിസിറ്റ് ചെയ്യണം.
പക്ഷേ വൺ ടൈം കാണാനുള്ളതൊക്കെ തന്നെ ഉള്ളൂ. ഫിഷ് ഇതൊക്കെ കാണാൻ കുട്ടികളൊക്കെ വരികയാണെങ്കിൽ എന്തായാലും ഇത് ഭയങ്കര യൂസ്ഫുൾ ആവും കേട്ടോ. അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. ഇങ്ങനെ ഒരു ഔട്ടിങ് വരിക എന്നുള്ളത് പെട്ടെന്നുണ്ടായൊരു തീരുമാനമായിട്ടോ. നമുക്ക് എന്തായാലും ടൊറൻഡോ വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫ്രണ്ട്സിനെ ഇന്നലെ തന്നെ കോൾ ചെയ്തിട്ട് പറഞ്ഞു നമുക്കിങ്ങനെ ലൊക്കേഷന് പോയാലോ എന്ന് പറഞ്ഞ ഉടനെ തന്നെ എല്ലാവരും പോന്നു. നമ്മൾ ജസ്റ്റ് ഒരു ഡേ കംപ്ലീറ്റ് നമുക്കിന്ന് ഫുൾ ഔട്ടിംഗ് ആയിട്ട് പോയിട്ടോ. അപ്പോൾ ഇന്നത്തെ ഡേ അടിപൊളിയായിട്ട് പോയിട്ടോ. ഇത് വേർത്തിട്ടായിരുന്നു ഇവിടെ വന്നത്. ടാനി ആണെങ്കിലും നല്ലോണം എൻജോയ് ചെയ്ത്. ഇവരിവിടെ ഗ്ലാസ്സൊക്കെ കംപ്ലീറ്റ് അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവരിതിൻ്റെ അകത്ത് പോയിട്ട് അവരിതാ ഇതുപോലെ നന്നായി ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഇതിലൂടെ കാണുമ്പോൾ തന്നെ നമുക്കൊരു മാർക്സും കാര്യങ്ങളൊന്നും ഇല്ലാതെ കറക്റ്റ് നമ്മൾ മറൈൻ്റെ ഉള്ളിൽ ഫുള്ള് കാണുന്ന ഒരു ഫീൽ തന്നെയാണ് കേട്ടോ നമുക്ക് വരിക. ടാനി അവിടെ നിന്ന് ഫിഷിന് ഹായ് കൊടുക്കുന്നുണ്ട്. അതിനുള്ളിലുള്ള ആ ആൾക്കും അവന് ഹായ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർ തമ്മിൽ ഹായ് ഒക്കെ പറഞ്ഞിട്ട് അവിടെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. പക്ഷേ ഇതിനുള്ളിൽ പല കളേഴ്സിലുള്ള ഫിഷും കാണാം കേട്ടോ. ഭയങ്കര ഭംഗിയുണ്ട് കാണാൻ. എന്തൊരു ബ്യൂട്ടിഫുൾ ആണെന്ന്. എനിക്ക് വീട്ടിൽ അക്വേറിയം സെറ്റ് ചെയ്യണമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ എനിക്ക് അത്ര കഴിവില്ല. എന്നാലും ഞാൻ പണ്ടൊക്കെ വിചാരിച്ചിരുന്നു കേട്ടോ, എനിക്കിങ്ങനെ അക്വേറിയം ഫൈറ്റർ ഫിഷ് ഇല്ലേ, അതാവുമ്പോൾ വലിയ മെയിൻ്റനൻസ് ഇല്ലല്ലോ, ഒന്ന് മാത്രം മതിയല്ലോ, അങ്ങനെയൊക്കെ ഞാൻ കുറേ വിചാരിച്ചിരുന്നു കേട്ടോ, വാങ്ങിക്കണം. ഇതുവരെ എനിക്കത് സാധിച്ചിട്ടില്ല. ഇനി എന്തെങ്കിലും അങ്ങനെ ഒരു അക്വേറിയം വീട്ടിൽ ചെറിയൊരു കുഞ്ഞു സെറ്റപ്പെങ്കിലും ചെയ്യണം എന്നൊരാഗ്രഹമുണ്ട്. ഇന്നിവിടെ നല്ല തിരക്കുണ്ട് കേട്ടോ. അത്യാവശ്യം എപ്പോഴും ഇവിടെ തിരക്കുണ്ടാവാറുണ്ട്. ഇന്ന് ഇവിടെ ഇപ്പോൾ സമ്മറും കൂടിയല്ലേ, അപ്പോൾ ഒരുപാട് ടൂറിസ്റ്റേഴ്സും എല്ലാവരും ഇവിടെ വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ ടൊറൻഡോ ഈ ഏരിയ ആണെങ്കിലും നാഗ്ര ഫോൾസിലാണെങ്കിലും ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ സമ്മറായി കഴിഞ്ഞാൽ. ഷാർക്ക് പോയി ഡാനി. ബേബി ഷാർക്ക് ടുറ്റൂരു ഇല്ലേ, ആ ബേബി ഷാർക്ക് ടുറ്റൂരു ആണ്. ഇത് കണ്ടിട്ട് ഞങ്ങൾ പറയുമായിരുന്നു കേട്ടോ, ചിരിച്ചുകൊണ്ട് പോകുന്ന പോലെ ഉണ്ട് എന്നുള്ളത്. ഇത് ഷാർക്കാണ് കേട്ടോ. ഇത് ഭയങ്കര സൈസുള്ള സംഭവമായിരിക്കും. പക്ഷെ നമുക്ക് ഇതിനുള്ളിൽ കാണുമ്പോൾ ചെറുതായിട്ടാട്ടോ ഫീൽ ചെയ്യുന്നത്. ഫുള്ള് ഗ്ലാസ് വെച്ചിട്ടിലോട്ട് ഇതാണ് ഇത് പോകുന്നത് കേട്ടോ. പക്ഷെ നമുക്ക് കാണുമ്പോൾ ഇത് ഇത്ര ഭയങ്കര വലുതായിട്ടൊന്നും ഫീൽ ചെയ്യൂല കേട്ടോ. നയഗ്ര ഫോൾസിൽ ഇതുപോലെ ഒരു ഡോൾഫിനും അതുപോലെ ഷാർക്കും ഒക്കെ ഉള്ള ഒരു ഇതുണ്ടായിരുന്നു കേട്ടോ. അതിപ്പോൾ ക്ലോസ് ചെയ്തിരുന്നു. അവിടെ ഞങ്ങൾ ടാനി ചെറുതായ സമയത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ രണ്ടു വട്ടം എങ്ങാനും പോയിട്ടുണ്ട്. നല്ല അടിപൊളി സ്ഥലമായിരുന്നു. പക്ഷേ അവർ കുറേ ആളുകൾ കംപ്ലൈൻ്റ് ഒക്കെ കൊടുത്തുകൊണ്ട് അത് ഇപ്പോൾ തൽക്കാലത്തിന് ക്ലോസ്ഡ് ആണ്. അതാ ഉണ്ടെങ്കിൽ ഞാൻ പറയായിരുന്നു കേട്ടോ നമുക്ക് അവിടെയും പോകാമെന്നുള്ളത്. ഇതാണ് കേട്ടോ ജെല്ലി ഫിഷ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇത് കാണാൻ തന്നെ. ഇത് ഈ ഒരു കളറിൽ ഇങ്ങനെ എനിക്ക് വീഡിയോയിൽ എത്രത്തോളം കാണിച്ചു തരാൻ പറ്റുമെന്ന് അറിയില്ല കേട്ടോ. പക്ഷെ ഇത് നേരിട്ട് കാണുമ്പോൾ ഭയങ്കര ഭംഗിയാണ്. പലതരം ഐറ്റം ഫിഷുകൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ജെല്ലി ഫിഷൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. ഞാനിവിടെ വന്നിട്ടാണ് ഇത് ആദ്യമായിട്ട് ഈ സംഭവം കാണുന്നത്. ഞാനിത് സെക്കൻഡ് ടൈം കാണുകയാണെങ്കിലും ഞാനിതിങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു. ഇതിൻ്റെ ഓരോ ഫിഷിനും ഓരോ ഭംഗിയുണ്ട് കേട്ടോ. ഓരോ സ്പീഷീസ് ആണല്ലോ, അപ്പോൾ അതിൻ്റേതായ ഭംഗി അതിനുണ്ടാവും. പക്ഷേ ഇതൊക്കെ നോക്കി എന്ത് ഭംഗിയാണ്, ബബിള് പോകുന്ന പോലെ കേട്ടോ അതൊക്കെ പോകുന്നത്. ഇവിടെ നല്ല കുറേ കാണാനുണ്ട്. നമ്മൾ കുറേ നടന്നിട്ടോ. അപ്പോൾ നമ്മൾ എന്തായാലും ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനുള്ളിൽ കുട്ടികൾക്ക് കളിക്കാനുള്ള കുറച്ച് ആക്ടിവിറ്റി പോലെ ഉണ്ട് കേട്ടോ. താഴെ ഒരു 2-3
പ്ലേ ഏരിയ ഉണ്ട്. ഇനിയിപ്പോൾ അവിടെ താഴെ കുട്ടികളെ വെച്ചൊന്ന് കളിപ്പിക്കാനുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ വേറെ ഒരു ഐറ്റം ഉണ്ട് കേട്ടോ, നമുക്ക് അങ്ങോട്ട് പോയേക്കാം. ഇവർ അത് ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ, അതിൻ്റെ കൂടെ തന്നെ വെള്ളം ക്ലീൻ ചെയ്യുന്നുണ്ട്. ഇതിന് താഴെ അവരിതാ ഇതുപോലെ ഗ്ലാസ് ഇട്ടിട്ട് നമുക്ക് താഴെയും ഇതിലൂടെ ഫിഷ് പോകുന്നത് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.